ഹലോ. അപ്പം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇച്ചിരി ഞണ്ട് വാങ്ങിച്ചായിരുന്നു, പിന്നെ തലമീനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞണ്ടും തലമീനും അപ്പം തന്നെ രാത്രി തന്നെ വെക്കാൻ വേണ്ടി ഞങ്ങൾ ഓരോന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് തക്കാളിയൊക്കെ കഴിക്കുന്നുണ്ട്. ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സവോളയും എല്ലാം പൊടികളെല്ലാം ഇട്ടിട്ട് നമ്മൾ മീൻ കറിക്കുള്ള ഗ്രേവിയെല്ലാം ആക്കി മീൻ കറി ആക്കി. പിന്നെ നമ്മുടെ ഞണ്ടും കുട്ടന്മാരെയും റെസിപ്പിയൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ തിളയ്ക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് ഞാൻ ഓട്സിൻ്റെ പുട്ടുണ്ടാക്കുന്ന വീഡിയോ കുറേ യൂട്യൂബിൽ കണ്ടായിരുന്നു. അപ്പം എങ്ങനെയായിരിക്കും എന്നൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓട്സ് ഓൾറെഡി ഉള്ളതുകൊണ്ട് എങ്ങനെയായിരിക്കും എന്നൊന്ന് നോക്കാമെന്ന് വിചാരിച്ച്, ഞണ്ടിൻ്റെ കൂടെ കഴിക്കാനും ഓട്സ് എടുക്കാം എന്ന് വിചാരിച്ച് ഓട്സിൻ്റെ പുട്ടുണ്ടാക്കുന്ന വീഡിയോ ഇതിനകത്തുണ്ട്. അതായത് നമ്മൾ ഓട്സ് എടുത്തിട്ട് നമ്മൾ ആ പൊടിയാക്കണം. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് പുട്ടുപൊടി പോലെ വെള്ളം ഒഴിച്ച് കുറച്ച് നനവ് വന്നാൽ മതി. വെള്ളം ഒഴിക്കണം. പക്ഷേ ഞാൻ ആദ്യം ഉപ്പിടാൻ മറന്നുപോയി. പിന്നെ വെള്ളം ഒഴിച്ച് പകുതി ആയപ്പോഴാണ് ഞാൻ ഉപ്പിൻ്റെ കാര്യം ഓർത്തത്. ഞാൻ ഉപ്പ് പിന്നെ അതിൻ്റെ ഇളക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇട്ടു. ഇച്ചിരി ഉപ്പ് മതി. 2 ഗ്ലാസ് ഓട്സിൻ്റെ പൊടി എടുത്തുള്ളായിരുന്നുള്ളൂ. പിന്നെ ആ തരിതരി മാറ്റാൻ വേണ്ടി ഒന്നും കൂടി മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ ക്രഷ് ചെയ്യത്തില്ലേ, അങ്ങനെ ചെയ്തു. പിന്നെ ഇവിടെ മറ്റേ ചിരട്ടപ്പുട്ടിൻ്റെ സ്റ്റീലിൻ്റെ ആയിരുന്നു ഇരുന്നത്, ചിരട്ടപ്പുട്ടിൻ്റെ. അപ്പം നമ്മൾ തേങ്ങ വേണമല്ലോ പുട്ടിന് വേണ്ടി. അപ്പോൾ ആ തേങ്ങ അതിൻ്റെ ഇടയ്ക്ക് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയമായപ്പോഴത്തേക്കും നമ്മുടെ കറി എല്ലാം റെഡിയായി. ചെമ്മീനും പോട്ടെ, ഞണ്ട് കറിയൊക്കെ റെഡി ആയിട്ടിരിക്കുക. അങ്ങനെ തെറ്റൊക്കെ വരുന്ന എല്ലാം ക്ഷമിക്കണം കേട്ടോ. പിന്നെ ചിരട്ടപ്പുട്ടിൻ്റെ ഞാൻ പറഞ്ഞില്ലേ സ്റ്റീലിൻ്റെ ആയിരുന്നു. അപ്പം നമ്മൾ ആദ്യം ഇച്ചിരി തേങ്ങ ഇട്ടു, പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ തേങ്ങ ഇട്ടു. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച ഓട്സ് ഇട്ടു. കറക്റ്റ് 2 ചിരട്ടപ്പുട്ടിനുള്ള കറക്റ്റ് പൊടിയാണ് നമ്മൾ എടുത്തത് കേട്ടോ. അതായത് ഒരു 2 ഗ്ലാസ് നിറച്ച് ഓട്സ് എടുത്ത് പൊടിച്ചാൽ 2 ചിരട്ടപ്പുട്ടിന് കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഗ്ലാസിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും. വലിയ ഗ്ലാസ്സല്ല, ചെറിയൊരു മീഡിയം ഗ്ലാസ് എടുത്ത്. പിന്നെ അതേ ലെയറായിട്ട് തേങ്ങ ഇടുന്നുണ്ട്. പുട്ടിൻ്റെ പൊടി, ഓട്സിൻ്റെ പൊടി ഇട്ട് തേങ്ങ ഇട്ടു. വീണ്ടും ഓട്സിൻ്റെ പൊടി ഇടുന്നുണ്ട്. പിന്നെ ഈ കറി നല്ല കറിയൊക്കെ ഉണ്ടെങ്കിലായിരിക്കും കഴിക്കാൻ കുറച്ചുകൂടി ടേസ്റ്റ് എന്ന് തോന്നുന്നു. അപ്പം കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം, ഉറപ്പായിട്ടും ഓട്സ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ കുക്കറിൽ നിന്ന് വെള്ളം തിളച്ച് ആവി വന്നു. അപ്പം നമ്മുടെ ചിരട്ടപ്പുട്ടിൻ്റെ വെച്ച് നമ്മളത് അടച്ച് വെക്കുക കേട്ടോ. അതൊരു 5 മിനിറ്റ് അടച്ച് വെച്ചില്ല, 5 മിനിറ്റ് എടുത്തില്ല. അതിന് മുമ്പ് തന്നെ വെന്തു സെറ്റായിട്ട് വന്നു. നമ്മുടെ ഗോതമ്പ് പുട്ടിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ആയിട്ട് വരും. ഇപ്പം നമ്മൾ സ്പെഷ്യൽ കറി ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കറിയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ലതായിരിക്കും. പഴത്തിൻ്റെ കൂടെ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ ഞണ്ടിൻ്റെ കൂടെ സൂപ്പറായിരുന്നു കേട്ടോ. അപ്പം നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട്. ഒരു 3-4 മിനിറ്റ്, 5 മിനിറ്റില്ലെന്ന് തോന്നുന്നു ആവി വന്നു. തുറക്കുക. ഇപ്പോൾ ഞങ്ങളത് എടുക്കും. കണ്ടോ, നല്ല പുട്ട് പോലെ തന്നെ ഇരിക്കും. അതായത് നല്ല ഓട്സിൻ്റെ പുട്ടാന്ന് പറയത്തേയില്ല, നമ്മൾ പറഞ്ഞാലേ അറിയത്തുള്ളൂ. ആ ഓട്സിൻ്റെ ഒരു ടേസ്റ്റ് അറിയത്തില്ല. നമ്മുടെ ഗോതമ്പ് പുട്ടിൻ്റെ തന്നെ ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് നല്ല ആവി പറക്കുന്ന പുട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഞണ്ട് കറി ഒഴിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഇനിയുള്ള വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പം ടാറ്റാ, ബൈ ബൈ.